ഞാൻ എണീക്കും സദാനന്ദ. തമ്പിക്കിങ്ങനെ വീണ് കിടക്കാൻ വയ്യ. ഒന്നുകിൽ എണീക്കും, അല്ലെങ്കിൽ ചാകും. ധൃതി പിടിക്കണ്ട, സമയം ധാരാളമുണ്ട്. നരേന്ദ്രന്റെ വളർത്തുനാൾക്ക് പ്രായപൂർത്തിയാവാൻ ഇനി എത്ര മാസം കൂടി ഉണ്ടെന്നാ പറഞ്ഞത്? എനിക്കറിയില്ല. നീ പറയണ്ട, എനിക്കറിയാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് യാതൊരു ലാഭവുമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇത്രയേറെ ബുദ്ധിമുട്ടോ? അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതിയല്ലോ. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ലാഭവും കിട്ടാൻ പോണില്ല. കൽപ്പന വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ അവളുടെ ചേച്ചിയും ഭർത്താവും. നടക്കോ ഇല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെ. യോജിച്ചു നിന്നാൽ നരേന്ദ്രൻ തമ്പി, ഞാൻ നിന്റെ മിത്രമാണ്. പിണങ്ങിയാൽ നിന്റെ ഏറ്റവും വലിയ ശത്രുവും. നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനല്ലേ? യതി നിന്നെ അവിടെ തന്നെ പുഴയിൽ കെട്ടിത്താഴ്ത്താൻ ഒരുങ്ങുകയായിരുന്നു, പാതി ജീവനോടെ. ഇതിലെല്ലാം എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഞാൻ ബന്ദിപ്പൂരുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ അതുവഴി പാസ് ചെയ്തപ്പോ നിന്നെ കണ്ടുകിട്ടിയതാണെന്നോ? നിന്റെയും കൽപ്പനയുടെയും ഓരോ നീക്കവും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വളർത്തുമകൾക്ക് വേണ്ടിയും സ്വത്തിനു വേണ്ടിയും കൽപ്പന വലവിരിക്കുന്നത് ഞങ്ങൾ ആദ്യമേ മനസ്സിലാക്കി. എന്തിനാ? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശങ്ങൾ പലതുണ്ട്, വഴിയെ പറയാം. കൽപ്പന ബസ്സിലവാടിയിലെ ഒരു ഒഴിഞ്ഞ വീട്ടിലുണ്ടെന്നും നീ ബന്ദിപ്പൂര് വരുന്നുണ്ടെന്നും ഒക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു. നീയും കൽപ്പനയും കൂടിക്കാണുന്നതിന് മുമ്പ് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. അതിന്റെ റിഹേഴ്സലും എടുത്തു. സക്സസ്. പക്ഷെ ഇതിനിടയ്ക്ക് മൂന്നാമതൊരു കൂട്ടർ വരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ബന്ധുക്കളും യതിയും. യതി നിന്റെ പുറകെ ബന്ദിപ്പൂരിൽ നിന്നും ബസ്സിലവാടിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. അപ്പോഴും യതിയുടെ ഉദ്ദേശം നിന്നെ കൊല്ലുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും യതിയുടെയോ കൽപ്പനയുടെയോ കയ്യിൽപ്പെടുന്നതിന് മുമ്പ് നിന്നെ കിഡ്നാപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് യതി നിന്നെ കൊല്ലാനൊരുങ്ങിയ സ്പോട്ടിൽ ഞങ്ങൾ എത്തിയത്. പക്ഷേ എന്റെ ആളുകൾ വന്നപ്പോഴേക്കും അല്പം വൈകിപ്പോയി. യതി നിന്റെ എല്ലുകൾ കല്ലുകൊണ്ട് ഇടിച്ചൊടിച്ച് കൊല്ലാക്കൊല ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത്തിരി ശ്വാസം മാത്രമേ നിന്റെ കഴുത്തിൽ ശേഷിച്ചിരുന്നുള്ളൂ. അവിടെ നിന്ന് വാരിയെടുത്തോണ്ട് പോന്നതാ നിന്നെ. അത് എന്റെ ആളുകളുടെ അറിവില്ലായ്മ. ഞാനുണ്ടായിരുന്നെങ്കിൽ നിന്നെ യതിക്ക് വിട്ടുകൊടുത്തിട്ട് പോരുകയുള്ളൂ. അതെന്താ അങ്ങനെ? നീ ജീവിക്കോ മരിക്കോ എന്നറിയില്ല. ചത്താൽ ശവം എവിടെയെങ്കിലും മറവ് ചെയ്യണ്ടേ? നീ ബസ്സിലവാടിയിലെ റോഡിൽ കിടന്ന് ചത്താൽ ഞങ്ങൾക്ക് ആരോടും ഉത്തരം പറയണ്ട. ഞങ്ങളുടെ കൈവശം വന്നിട്ട് ചത്താലോ? എന്തായാലും എന്റെ ആൾക്കാർ നിന്നെ മുത്തങ്ങയിൽ കൊണ്ടുവന്നു. അവിടെ പ്രകൃതി ചികിത്സ അറിയാവുന്ന ഒരു ആദിവാസിയുടെ കയ്യിലെത്തിയത് കൊണ്ട് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഒരു കട്ടിലിൽ കിടത്തി എന്തൊക്കെയോ പച്ചമരുന്നുകളും തൈലങ്ങളും കൊണ്ട് അയാൾ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. 3 ആഴ്ചയെടുത്തു നിനക്ക് ബോധം തെളിയാൻ. പിന്നെയും എത്രയോ ആഴ്ചകൾ ദേഹം മുഴുവൻ നീര് വന്ന് ചേർത്ത് ചത്തതുപോലെ നീ കിടന്നു. അവിടെ നിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് മാറ്റിയത്? അന്വേഷണം തുടങ്ങി പലരും. നീ ആരാണ് എന്താണെന്നൊക്കെ. കാട്ടിലാണെങ്കിലും ഇടയ്ക്ക് ഫോറസ്റ്റുകാരും മറ്റും പെട്രോളിങ്ങിന് വരും. ഒടുവിൽ കുഴപ്പമാകുമെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് മാറ്റി. ഇത് എന്റെ സ്വന്തം ഏരിയയാ. ഞാൻ അറിയാതെ ആരും ഇങ്ങോട്ട് വരില്ല.
കാസർഗോഡാണല്ലോ. ആര് പറഞ്ഞു കാസർഗോഡാണെന്ന്? ദേലമ്പാടിയോ, സുള്ളിയലോ, അതോ പാണത്തൂരോ? സമയം വരുമ്പോൾ നീ അതറിയും. ഇപ്പോ ആരോഗ്യം വീണ്ടെടുക്കാൻ നോക്ക്. നിനക്കത് വളരെ അത്യാവശ്യമുള്ള സന്ദർഭം വരും. അവരെ ഇറക്കി വിടുകയും വേണം, എവിടെങ്കിലും കൊണ്ട് എത്തിക്കുകയും വേണം. എന്തു ചെയ്യും? മേംസാമിന്റെ ഈ ഫോർമുല നടപ്പിലാക്കാൻ പറ്റുമോ? ഞാൻ കുറെ തലപോച്ച് നോക്കി, ഒരു രക്ഷയില്ല. പാലപ്പടിക്കിൽ നിന്ന് അവരെ ഇറക്കി വിടണം. അതിന് മേംസാമിന് സമ്മതമാ. പക്ഷെ അവരെ തെണ്ടി നടക്കാനും പാടില്ല. പണ്ട് മീൻപിടുത്തക്കാർ പുഴവെള്ളം പൊങ്ങുമ്പോൾ കുളത്തിലോട്ടോ കായലിലോട്ടോ ചെറിയൊരു പൊഴിയിടും മീൻ കയറാനായിട്ട്. കയറിയ മീനിന് പക്ഷെ ഇറങ്ങിപ്പോവാൻ പറ്റില്ല. കുളത്തിൽ നിന്ന് പിന്നെ വലവീശി പിടിക്കാൻ എളുപ്പമാ. ആ ഫോർമുല ഒന്ന് പയറ്റി നോക്കിയാലോ? അതുകൊള്ളാം. പക്ഷെ കുളം എവിടെ? നമ്മുടെ സ്വന്തം കുളമായിരിക്കണം. നാട്ടുകാർ വന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോകരുത്. അവരെ നമുക്ക് പാലപ്പടിക്കാൻ ഇറക്കി തമ്പിസാറിന്റെ വീട്ടിലെത്തിച്ചാലോ? അത് നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ കുളമാണല്ലോ. ഗുഡ് ഐഡിയ. പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാൻ മനസ്സിലെങ്കിലോ? പാലപ്പടിക്കുന്ന അവരെ അടിച്ചിറക്കി നിങ്ങൾ നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിൽ പോയി താമസിച്ചെന്ന് പറഞ്ഞാൽ അവരനുസരിക്കൂ? നമ്മൾ പറഞ്ഞ അവർ കേൾക്കില്ല. മറ്റാരെങ്കിലും നിർബന്ധിക്കണം. അതേ ഉള്ളു ഒരു രക്ഷാമാർഗമെന്ന് ആരെങ്കിലും അവരെ ബോധിപ്പിക്കണം. അതിനാരുണ്ട്? ആലോചിക്കണം. സുധർമ്മയാണ് മറുവശത്ത്, ബുദ്ധിരാക്ഷസി. കുടില ബുദ്ധിക്ക് നോബൽ പ്രൈസ് കിട്ടേണ്ട ആളാ. അവര് നമ്മൾ വരയ്ക്കുന്ന വരയ്ക്ക് വരുമോ? വരുത്തണം. നമുക്ക് സുധീഷിനൊന്ന് വിളിച്ചാലോ? അവന്റെ തലയോടെ പോകട്ടെ. അവൻ വിചാരിച്ച എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റിയാലോ? എന്നാ വിളിക്കേ. ഹലോ. ഹലോ സുധീഷ്. ഹായ് അർജുൻ. എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ കിടന്നോ? ഹേയ് ഇല്ല. അർജുൻ എവിടെയാ? റൂമിലാ. ഞാനും ശിവജിയും കൂടെ ഒരു കീറാമുട്ടി എടുത്ത് തലയ്ക്കകത്തിട്ടിട്ട് വെട്ടിക്കീറിക്കൊണ്ടിരിക്കുക. കീറാമുട്ടിയോ? എന്താ പ്രശ്നം? സുധീഷേ, തന്റെ ഭാര്യ അമ്മായിയമ്മ അടക്കം എല്ലാത്തിനെയും പാലപ്പടിക്കൊന്ന് കുടിയിറക്കണം. തമ്പിസാറിനോട് അവർ വാങ്ങിയ തുകയുടെ തിരിച്ചടവ് മുടങ്ങിയിട്ട് 9 മാസമായി. 36 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. എന്താ ചെയ്യണ്ടേ? കുടിയിറക്കണം. യാതൊരു ദാക്ഷിണ്യം വേണ്ട. കൂട്ടത്തിൽ തന്റെ ഭാര്യയും പെടും. അറിയാം. അവിടെയുള്ളവരെല്ലാം വളരെ അത്യാവശ്യമായിട്ട് ചില പാഠങ്ങൾ പഠിക്കേണ്ടവരാ. പഠിക്കട്ടെ. പക്ഷേ അമ്മു സമ്മതിക്കുന്നില്ല. പാലപ്പടിക്കൽ നിന്ന് അവരെ ഇറക്കി വിടുന്നതിൽ അവൾക്കൊരു എതിർപ്പുമില്ല. പക്ഷേ വഴിയാധാരമാവാതെ അവർക്ക് ചെന്ന് കയറാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണം. പിന്നെന്തിനാ ഇറക്കി വിടുന്നേ? അതൊരു ശിക്ഷാ നടപടി മാത്രമാ. ആ ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഫലം വേണ്ടേ? അമ്മൂന് അവർക്കെതിരെ കടുപ്പിച്ചൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ഹാ, അതെന്തൊരു സൃഷ്ടിയാണപ്പനെ. മറ്റാരായാലും കിട്ടുന്ന അവസരം നോക്കി തന്നെ ദ്രോഹിച്ചവരോട് പകരം വീട്ടാനല്ലേ ശ്രമിക്കൂ. എന്റെ ഭാര്യയും അമ്മായിയമ്മയും ആ ഹരീഷും കൂടി എന്തൊക്കെ ദ്രോഹങ്ങൾ അവളോട് ചെയ്തിട്ടുണ്ട്. മഹിമ പോലും അവളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എന്റെ അറിവ്. ഇപ്പൊ പകരം വീട്ടാനൊരു അവസരം വന്നപ്പോ അതാരെങ്കിലും വേണ്ടെന്ന് വെക്കൂ. അമ്മുവിന്റെ മനസ്സങ്ങനെ സുധീഷേ. ചിലപ്പോൾ അവള് മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് വിട്ടുകൊടുക്കരുത് അർജുൻ. അവരെ പാലപ്പടിക്കൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം. ശിവജി ഞാനും കൂടെ ഒരു പ്ലാൻ ഇട്ടു. പാലപ്പടിക്കുന്ന അവരെ കുടിയിറക്കുക, തമ്പിസാറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റുക. ആ, അത് നല്ല ഐഡിയ. അവിടെ ആകുമ്പോ കൂട്ടപ്പൊരിച്ചിലായിരിക്കും. എല്ലാം കൂടി തമ്മി തല്ലി തലകീറിക്കോളും. നമ്മളൊന്നും ചെയ്യണ്ട. അവരെ തമ്പിസാറിന്റെ വീട്ടിലേക്ക് പോകാൻ പ്രേരിപ്പിക്കണം. അതൊരു ബുദ്ധിയായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതിനെ പറ്റി ആരുണ്ട്? അതെനിക്ക് വിട്ടേക്ക്. ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ സുധീഷുമായിട്ട് അവരത്ര രസത്തിലല്ലോ. അതിന് വേറെ വഴിയുണ്ട്. ഞാൻ പിന്നീട് പറയാം. ഞാൻ ഏറ്റുമാഷെ, ധൈര്യമായിട്ടിരിക്കേ. അപ്പോ ഞങ്ങൾ കുടിയിറക്ക പദ്ധതി പ്രൊസീഡ് ചെയ്തോട്ടെ? ചെയ്തോളൂ. പക്ഷേ തലേന്ന് എന്നോടൊന്ന് പറഞ്ഞേക്കണം. ഓക്കെ, വെക്കട്ടെ. ശരി.
അത് സുധീഷ് കൈകാര്യം ചെയ്തോളൂ. അപ്പോ നമുക്ക് പ്ലാൻ ചെയ്യാല്ലേ? ആ ഓക്കെ. എന്താ മോളെ, സുഖമല്ലേ? മേംസാവില്ലേ അകത്ത്? വേണ്ട മോളെ, ഞാനിവിടെ ഇരുന്നോളാം. മോള് ചെന്ന് മേംസാബിനോട് പറഞ്ഞാൽ മതി. നമസ്തേ മേംസാബ്. ശിവജി ഇരിക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ തനിയുണ്ടാകുന്നതല്ല ബഹൻ, ആരെങ്കിലും ഉണ്ടാക്കണം. ഇത്രയും നാൾ നമ്മുടെ ശത്രുക്കളാ വിശേഷങ്ങൾ സൃഷ്ടിച്ചത്. ഇപ്പോ നമ്മുടെ സമയം വന്നിരിക്കുന്നു. പാലപ്പടിക്കലെ കാര്യത്തിൽ ഒട്ടും താമസം പാടില്ല മേംസാബ്. അത് ഞാൻ പറഞ്ഞല്ലോ ശിവജി, അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അവർക്ക് പോകാനൊരു സ്ഥലം വേണമെന്നല്ലേ മേംസാബ് പറയുന്നേ? അത് നമുക്ക് ഏർപ്പാട് ചെയ്യാം. അതെവിടെയാ? എല്ലാവരും കൂടി തൽക്കാലം ഓമനക്കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകട്ടെ. തല ചായ്ക്കാൻ ഒരു ഷെൽട്ടർ കിട്ടിയാൽ മതിയല്ലോ അവർക്ക്. കുഞ്ഞമ്മ അതിന് സമ്മതിക്കോ ശിവജി? അവരുടെ മക്കള് സമ്മതിക്കോ? അതൊക്കെ ഞാൻ ഏറ്റു ബഹൻ. അതിനു വേണ്ടുന്ന പ്ലാനും പദ്ധതിയും ഒക്കെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി മേംസാവിന്റെ സമ്മതം മാത്രം മതി. കുഞ്ഞമ്മയുടെ മക്കളും ഹരീഷും തമ്മില് ഇപ്പൊ തന്നെ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ ശിവജി. ഒരുമിച്ച് താമസിക്കാൻ ഇടവന്ന അത് ഒന്നുകൂടി ബലപ്പെടുകയല്ലേ ഉള്ളൂ. അതെ, നമുക്കെതിരെ എന്തെങ്കിലും പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ അവർക്കൊന്നുകൂടി സൗകര്യമായി തീരില്ലേ? അങ്ങനെയല്ല മേംസാബ്. സ്വന്തം തട്ടകത്തിൽ എല്ലാവർക്കും അവരുടേതായ ശക്തി ഉണ്ടാവും. ചുവട് പറഞ്ഞ് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഹരീഷിന്റെയും സുധർമ്മയുടെയും പത്തി താഴും. അപ്പോഴാണ് നമ്മൾ ആഞ്ഞടിക്കേണ്ടത്. ഹരീഷ് ഒഴികെ ചെറിയമ്മയുടെ മറ്റു മക്കളെല്ലാം സേഫ് ആയിരിക്കണം ശിവജി. അതെനിക്ക് നിർബന്ധമാണ്. എന്റെ അച്ഛന്റെ ചോരയല്ലേ അവരുടേതും. എനിക്കത് മറക്കാൻ പറ്റില്ല. അവർക്കൊരു കുഴപ്പവും സംഭവിക്കില്ല മേംസാബ്. എങ്കിലിനി ഒട്ടും താമസിക്കേണ്ട അമ്മു. അടുത്ത നീക്കം എന്താണെങ്കിലും ശിവജി നടത്തട്ടെ. നമ്മൾ അല്പം ബോൾഡായേ പറ്റൂ മേംസാബ്. അവരെ ഇറക്കി വിടുന്ന കാര്യത്തിൽ ദാക്ഷിണ്യൊന്നും വേണ്ട. അമ്മു, നീ എത്രയോ തവണ ആ വീട്ടിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതെല്ലാം നീ മറന്നോ? നിനക്കൊരിടത്തും അഭയമില്ലാന്ന് അറിഞ്ഞോണ്ട് തന്നെയാ സുധ നിന്നെ അവിടെ ഇറക്കി വിട്ടത്. കൊലയ്ക്ക് കൊടുക്കുന്നതിനുള്ള സംതൃപ്തിയോടുകൂടിയാ അവൾ നരേന്ദ്രന്റെ ഒപ്പം നിന്നെ പറഞ്ഞു വിട്ടത്. നിന്റെ അച്ഛന്റെ ജീവൻ എടുത്തവനാ സുധയുടെ മകൻ. ഇവരോടൊക്കെയാണോ നീ കരുണ കാണിക്കേണ്ടത്? സുധയുടെ മകൻ ആ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്നിടത്തോളം കാലം എന്റെ വിജയന്റെ ആത്മാവിന് പോലും സ്വസ്ഥത ഉണ്ടാവില്ല. എന്റെ മുമ്പിൽ ആ വീടിന്റെ വാതിൽ കൊട്ടിയടയ്ക്കാൻ സുധയ്ക്ക് എന്ത് ന്യായം ഉണ്ടായിരുന്നത്? കണ്ണീരോടെയാ ഞാൻ ആ വീട് വിട്ടു പോന്നത്. ആ വീട് വിട്ട് സുധ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കാണണോ അമ്മു? എനിക്ക് നിന്നോടുള്ള ഒരു അപേക്ഷ ഇത്. നാളെ തന്നെ ഞാൻ അർജുനേട്ടനെ കൊണ്ട് ജപ്തി നോട്ടീസ് അയപ്പിക്കാം. ആ ശിവജി, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നടക്കട്ടെ.
ഹോട്ടലിൽ തന്നെയാണോ സാറേ ശിവജിയുടെ താമസം? ഇന്നലെ എവിടെയായിരുന്നു? പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടെ താമസ സ്ഥലവും താവളമൊക്കെ മാറുന്നതാ അവന്റെ ശീലം. നമുക്ക് ഹോട്ടലിൽ പോയി അന്വേഷിച്ചാലോ? അത് വേണ്ട. നമ്മൾ അന്വേഷിച്ച കാര്യം ഹോട്ടലുകാർ അവനോട് പറഞ്ഞെന്നിരിക്കും. അപകട സൂചന കിട്ടിയാൽ പിന്നെ അവൻ കരുതലോടെ ഇരിക്കും. അത് ശരിയാ. എടോ, ഇവൻ തന്നെ ആള്. മുഖം നല്ല പോലെ നോക്കി മനസ്സിലാക്കി വെച്ചോ. ഇവൻ ക്രൈം ബ്രാഞ്ച് അല്ല, ക്രിമിനൽ ബ്രാഞ്ചാ. എന്തായാലും ഇവൻ കുറച്ച് ഭയങ്കരം തന്നെയാ സാറേ. എന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട വിവരമൊക്കെ ഇവൻ ചോർത്തിയെടുത്തില്ലേ? തന്നെ വിരട്ടി അവൻ കാര്യം സാധിച്ചു. വിക്രമനെ ഇടിച്ചു പിഴിഞ്ഞ് അറിയേണ്ടതല്ല അറിഞ്ഞു. അവനെ ഇനി ഇങ്ങനെ മേയാൻ വിട്ടാൽ ശരിയാവില്ല. ഇവിടെ തന്നെയാ ഇവന്റെ താമസം അല്ലേ സാറേ? ഇന്ന് രാത്രിയിൽ അവൻ ഏതായാലും ഇവിടെ തന്നെ കാണും. നാളെ പകൽ എങ്ങോട്ടെങ്കിലും മാറിയാൽ ഞാൻ തന്നെ വിവരം അറിയില്ല. ശിവജിയെ നിരീക്ഷിക്കാൻ ഞാൻ എൻ്റെ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് മതി. സൗകര്യത്തിന് കിട്ടുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. പകലൊന്നും ചെയ്യരുത്. രാത്രിയാ നല്ലത്. നമുക്ക് രക്ഷപ്പെടാൻ അതാ എളുപ്പം. സാറേ, എനിക്കൊരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ച് തരുമോ? സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. തനിക്കെന്തിനാ ഓട്ടോറിക്ഷ? ഞാൻ ഓട്ടോ ഡ്രൈവർ ആവാം സാറേ. അതാവുമ്പോൾ പല സൗകര്യങ്ങളും ഉണ്ട്. നിനക്ക് ഓട്ടോ ഒക്കെ ഓടിക്കാൻ അറിയാവോ? അതൊക്കെ അറിയാം. ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ എനിക്ക് എവിടെയും കാത്തു കിടക്കാം. സൗകര്യം കിട്ടിയാൽ ശിവജിയെ തന്നെ അതിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. കൊള്ളാം, നല്ല ഐഡിയ. പക്ഷെ തന്നെ അയാൾ തിരിച്ചറിയാതെ സൂക്ഷിക്കണം. ഒരിക്കൽ കണ്ട മുഖം അയാൾ മറന്നെന്ന് വരില്ല. വരുന്നുണ്ട് മാരണം. അവൻ കഴിച്ചില്ലേ? അവൾ അവനും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയതാ. പിന്നെന്തിനാ ഇങ്ങോട്ട് കെട്ടരുത്? എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും. എനിക്കവന്റെ മോന്ത കാണുമ്പോ കരിക്കുട്ട, നീ എന്താ കഴിക്കൽ നിർത്തിയേ? കഴിച്ചോ കഴിച്ചോ. ഈ ഊണുമേശയിലിരുന്ന് ഇനി എത്ര ദിവസം കഴിക്കാൻ പറ്റും? അതെന്താ ഈ ഊണുമേശ നീ എടുത്ത് വിൽക്കാൻ പോവാണോ? വിൽക്കാൻ ഇനി എന്തിരിക്കുന്നു? എല്ലാം വിറ്റ് കഴിഞ്ഞില്ലേ? വിറ്റ് കഴിഞ്ഞോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? വിറ്റ സാധനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്? അത് വാങ്ങിയവന്റെ കാരുണ്യം. ഇവൻ വല്ല പൊട്ടത്തരം പറയുന്ന കേൾക്കാതെ നീ ഇരുന്ന് കഴിക്കേ ഹരിക്കുട്ട. ഈ വീടും പുരയുടെ എല്ലാം കൂടി നരേന്ദ്രൻ തമ്പിക്ക് അടിയറു വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിന്റെ നടത്തിപ്പും അവകാശവും രേഖകളും എല്ലാം അമ്മുവിന്റെ കൈവശമാണെന്നറിയാലോ. അമ്മു ഈ വീട് ജപ്തി ചെയ്യാൻ പോണെന്ന് കേട്ടു. ഈ വീട് ജപ്തി ചെയ്യാൻ അവള് വളർന്നോ? അതിന് വലിയ വളർച്ചയൊന്നും വേണ്ട. നിങ്ങളുടെ തളർച്ച മാത്രം മതി. അമ്മു ജപ്തി ചെയ്യാനുള്ള കോടതി ഉത്തരവ് വാങ്ങിയെന്നോ വാങ്ങാൻ പോയെന്നോ? ജപ്തി വന്ന നമ്മളത് സ്റ്റേ ചെയ്യിക്കുമ്പോ അങ്ങനെയൊന്നും ആരും ഭയപ്പെടുത്താൻ നോക്കണ്ട. പ്രമാണങ്ങൾ കൊണ്ടുപോയി തമ്പിക്ക് ഈട് വെച്ചപ്പോ ഒപ്പിട്ട് കൊടുത്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? വീടും പുരയിടവും കെട്ടിടങ്ങളും ഈട് വെച്ച് ലോൺ എടുക്കുന്നു എന്നല്ലാതെ വേറെ എന്ത് ഡോക്യുമെന്റ്സ്? പണവും പലിശയും കൃത്യമായ തവണകളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നവരെ പ്രത്യേകിച്ച് നിയമ നടപടികളൊന്നും കൂടാതെ തന്നെ ഒഴിപ്പിക്കാമെന്നും പ്രോപ്പർട്ടി കൈവശാവകാശത്തിൽ എടുക്കാമെന്നും ഒരു ക്ലോസ് എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഡോക്യുമെന്റ്സിലെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കാത്ത ആരുടെ കുഴപ്പം? നേരാണോടോ ഹരി? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലോ ഒപ്പിടാനും ക്യാഷ് വാങ്ങാനൊന്നും പോയത്. ചന്ദ്രമോഹനല്ലേ? അല്ല, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവൾ എന്ത് ചെയ്യാനാ? 2 ബുൾഡോസറും ഒരു JCBയും ഒരു ഹിറ്റാച്ചിയും 4 ടിപ്പറും. ഇത്രയും ശിവജി ബുക്ക് ചെയ്ത് കഴിഞ്ഞത്രേ. എന്തിന്? അതിന് ഞങ്ങൾ എന്ത് വേണം? ഒറ്റ രാത്രി കൊണ്ട് ഈ വീട് ഇടിച്ചു നിരത്തി വടിച്ചു കോരി ടിപ്പറിലാക്കി കൊണ്ടുപോകും.
നേരം വെളുത്ത് നോക്കുമ്പോൾ പാലപ്പടിക്കൽ വീടിന്റെ അടിത്തറ പോലും കാണില്ല. ശിവജി ആരാ മോൻ? മുംബൈയിൽ നിന്ന് 25 പേരാത്ര വരുന്നത്. നമ്മുടെ ചെറുവിരൽ അനക്കാൻ അവർ സമ്മതിക്കില്ല.